കൂട്ടുകാരെ, രാജാവ് മന്ത്രിമാരോടായി ചോദിക്കുകയാണ്, 4 കാലുള്ള കുതിരക്ക് ഒരു വാലുകൂടെ കാലായി പരിഗണിച്ചാൽ എത്ര കാലുണ്ടാവും എന്ന് ചോദിക്കും. അപ്പം മന്ത്രിമാർ പറയും 5 കാലുണ്ടാവും എന്ന് പറയും. അപ്പോൾ രാജാവ് പറയും തെറ്റാണ്, ഒരിക്കലും കുതിരക്ക് 5 കാലുണ്ടാകത്തില്ല. നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ടോ ഒന്നും കുതിരക്ക് 5 കാലുണ്ടാകത്തില്ല. കുതിരക്ക് 4 കാലേ ഉണ്ടാകത്തുള്ളൂ. അത് 4 കാലിൽ തന്നെ യാത്ര തുടരുകയും ചെയ്യുമെന്ന് പറയും. പലര് പറഞ്ഞതുകൊണ്ടോ പലതവണ പറഞ്ഞതുകൊണ്ടോ വാലൊരിക്കലും കാലാകത്തില്ല. പതിര് ഒരിക്കലും കതിരാവുകയുമില്ല, കതിരൊരിക്കലും പതിരാവുകയുമില്ല. ഓരോ വ്യക്തികളും ഓരോ നുണകൾ പ്രചരിപ്പിക്കാൻ എന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ പലവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ മറ്റു വ്യക്തികൾക്ക് കൂടുതൽ നിങ്ങളോട് ഇഷ്ടം തോന്നിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കും അങ്ങനെ പറയുന്നത്. മുഖംമൂടി അണിയാതെ നടക്കാൻ വേണ്ടി ശീലിക്കണം. മുഖംമൂടി അണിഞ്ഞു കഴിഞ്ഞാൽ മുഖംമൂടി അണിയാതിരിക്കുകയാണെങ്കിൽ വളരേണ്ടവ വളരുകയും തളരേണ്ടവ തളരുകയും ചെയ്യും. നമ്മളെപ്പോഴും ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പരത്താൻ വേണ്ടി ശ്രമിക്കണം. ചില ആൾക്കാരുണ്ട്, പട്ടിയെ കാണിച്ചിട്ട് പറയും അത് ആടാണെന്ന് പറയും. അങ്ങനെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ ആടാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമുക്കിടയിൽ തന്നെ പലവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ മിഥ്യയായിട്ടുള്ള പ്രചരണങ്ങൾ പറഞ്ഞു പരത്തുന്ന മൂലം മറ്റ് ജനങ്ങൾക്ക് മറ്റു വ്യക്തികളോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സത്യത്തെ മാറ്റിക്കൊണ്ട് അസത്യം വളരുകയും അതുമൂലം അമൂല്യമായവയെല്ലാം അമൂല്യമാവാതെ പോവുകയും അതുപോലെ മൂല്യമില്ലാത്ത വസ്തുക്കളെല്ലാം മൂല്യം ആയി മാറുകയും ചെയ്യും. അങ്ങനെ തെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും സ്ഥാനം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തെറ്റായിട്ടുള്ള പ്രചരണം ഒരിക്കലും പറഞ്ഞു പരത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. തെറ്റിനെക്കാട്ടിലും എത്രയോ വലുതും എത്രയോ മഹത്വപൂർണവുമായ സത്യമാണ് നേര്. അപ്പോൾ നിങ്ങൾ നേരിൻ്റെ പാതയിലൂടെ സത്യം പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു സ്ഥാനം ലഭിക്കുന്നതായിരിക്കും. കള്ളം പറയുന്ന വ്യക്തികളുടെ അപ്പോൾ അവർക്ക് വലിയ ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാമെങ്കിലും ഏറ്റവും അവസാനം വരുമ്പം അവരുടെ ആ ലാഭവും നേട്ടവും എല്ലാം നശിച്ചു പോവുകയും അവർ പറഞ്ഞു പോയ തെറ്റിൻ്റെ പേരിൽ പിന്നെ പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യേണ്ടതായും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങളെയും മിഥ്യമായിട്ടുള്ള പ്രചരണങ്ങളെയും ഒന്നും സ്ഥാനം കൊടുക്കാതെ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെയും സത്യം തന്നെ പ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മാക്സിമം കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.